पानी चाहिए ना, खाना चाहिए नहीं। खबर है? സംസ്ഥാനത്തേക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് വൻതോതിൽ മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളായ ഇതര സംസ്ഥാനക്കാരായ രണ്ടുപേർ എക്സൈസിന്റെ പിടിയിൽ. അസം സ്വദേശി ബഹ്റുൽ ഇസ്ലാം, വെസ്റ്റ് ബംഗാൾ സ്വദേശിനി ടാനിയ പർവീൻ എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്ന് ഓറഞ്ച് ലൈൻ വിഭാഗത്തിൽപ്പെടുന്ന അത്യന്തം വിനാശകാരിയായ 33 ഗ്രാം ഹെറോയിനും 25 ഗ്രാം കഞ്ചാവും എക്സൈസ് പിടിച്ചെടുത്തു. മയക്കുമരുന്ന് ഇടപാട് നടത്താൻ ഉപയോഗിച്ച 2 സ്മാർട്ട് ഫോണുകൾ, വിൽപ്പന ചെയ്ത് കിട്ടിയ 19,500 രൂപ, മയക്കുമരുന്ന് തൂക്കി നോക്കുന്നതിന് ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സ്കെയിൽ എന്നിവയും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. പിടിച്ചെടുത്ത ഹെറോയിന് വിപണിയിൽ 10 ലക്ഷം രൂപ മതിപ്പ് വില വരും. കൊച്ചിയിൽ അതീവ രഹസ്യമായി നടത്തപ്പെടുന്ന റേവ് പാർട്ടികളും മറ്റും സംഘടിപ്പിക്കുന്ന ഇടനിലക്കാരുടെ ആവശ്യപ്രകാരമാണ് ഇവർ മയക്കുമരുന്ന് എത്തിച്ചിരുന്നത്. ഈ ഇനത്തിൽപ്പെടുന്ന മയക്കുമരുന്ന് 5 ഗ്രാം വരെ കൈവശം സൂക്ഷിക്കുന്നത് 10 വർഷത്തെ കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന അതീവ ഗൗരവകരമായ കൃത്യമാണ്. ഉപഭോക്താക്കളുടെ ഇടയിൽ ബംഗാളി ബീവി എന്നറിയപ്പെടുന്ന ടാനിയ പർവീൻ ഹെറോയിൻ അടങ്ങിയ പ്ലാസ്റ്റിക് ബോക്സുകൾ ശരീരത്തിൽ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് കെട്ടിവെച്ചാണ് ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് കടത്തിയിരുന്നത്. ഇവരുടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ ഇവർ ഏലൂർ പാതാളത്തിനടുത്ത് മുപ്പത്തടം എന്ന സ്ഥലത്തുണ്ടെന്ന് മനസ്സിലാക്കിയ എക്സൈസ് സംഘം ഇവരുടെ താമസ സ്ഥലം വളഞ്ഞ് ഇവരെ പിടികൂടുകയായിരുന്നു. ബഹ്റുൽ ഇസ്ലാം ഉദ്യോഗസ്ഥരെ വെട്ടിച്ച വീടിന്റെ പിൻവാതിൽ വഴി കുതറി ഓടാൻ ശ്രമിച്ചെങ്കിലും പിടികൂടി. പിടിയിലായ സമയം മാരക ലഹരിയിലായിരുന്ന ടാനിയ പർവീൻ അലറി വിളിച്ചത് കണ്ടുനിന്ന നാട്ടുകാരിൽ ഭീതി പടർത്തി.